ആരും അറിയാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തസ്ബീഹ്സ്കരിക്കണം. ആരും അറിയാതെ. തസ്ബീഹ്സ്കാരം നട്ടുച്ചക്ക് നിസ്കരിക്കരുത് എന്നാണ്. തസ്ബീഹ്സ്കാരം മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. വെള്ളിയാഴ്ച അത് നിസ്കരിക്കാം. വെള്ളിയാഴ്ചക്ക് നട്ടുച്ചയില്ലായിട്ടല്ല, നട്ടുച്ചക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള നിയമം വെള്ളിയാഴ്ച ഇല്ല. നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരം അത് നമ്മളെ ജീവിതത്തിൽ ഇടയ്ക്കിടെയെങ്കിലും ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കണം. ദോഷം വെറുക്കുന്ന 4-ാമത്തെ നന്മ അന്നദറു ഇലൽ കഅബ, കഅബയിലേക്ക് നോക്കൽ. അള്ളാഹു ആ നാട്ടിൽ ഒരുപാട് തവണ നമ്മെ എത്തിക്കുമാറാവട്ടെ. എത്രയോ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. നമ്മളെ ഹൃദയം ഒറ്റയടിക്ക് ശുദ്ധിയാകുന്ന ഒരു സ്ഥലമാണ് കഅബ എന്ന് പറയുന്നത്. സാധാരണ ഇസ്ലാമിൽ എല്ലാ ഇബാദത്തും വലത് ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടായിരിക്കും തുടങ്ങലും കാര്യങ്ങൾ. പക്ഷെ കഅബനെ തവാഫ് ചെയ്യൽ ഇടത്തെ ഭാഗത്തൂടെയാണ്. അതെന്തേ? ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരുടെയും ഹൃദയം ഉണ്ടായാലും ഇടത്തെ ഭാഗത്താണ്. ഈ ഹൃദയവും കഅബയും തമ്മിൽ ബന്ധാൻ വേണ്ടിയിട്ടാണ്. കഅബയെ കുറിച്ച് മാത്രം എത്ര ഇമാമിങ്ങൾക്ക് കിതാബുണ്ട്. ഈമാൻ റീചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കഅബ എന്ന് പറയുന്നത്. അവിടെ നിന്നാ മതി. ആ സ്വർണ്ണപ്പാത്തിൻ്റെ അടൽ നേരെ നിന്ന ഈമാൻ അങ്ങ് കയറും. കഅബന്റെ അടുത്തെല്ലാം പോയി ദ്വാരക്കുമ്പോൾ അള്ളാഹിനോട് ദ്വാരക്കണം. എന്ത്? ഞാൻ നാട്ടിൽ പോയിട്ട് ചെയ്യുന്ന എല്ലാ ദ്വാവും നീ സ്വീകരിക്കണേ. എന്നാൽ പിന്നെ ആ ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവിടെ വന്നിട്ട് ധൈര്യമായിട്ട് ദ്വാരക്കാലോ. അള്ളാഹ് തരും. നമ്മളെ റബ്ബല്ലേ, നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാകണം. ഹുസ്നുൽ മിൻ ഹുസ്നിൽ ഇബാദ. അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിക്കല് ഏറ്റവും വലിയ ഇബാദത്താ. ഈ ഹദീസിന്റെ ഷറഹിൽ കാണാം. എന്താ ഈ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ദോഷം അള്ളാഹ് പുറത്തു തരും, എന്നെ റബ്ബ് നന്നാക്കും. ഇങ്ങനെ ഒരാൾ വിചാരിക്കല് ഏറ്റവും വലിയ ഇബാദത്താ. അത്ര ഏറ്റവും നല്ല ഇബാദത്താ. അന ഇൻദല്ലാഹി ഇന്നി അബ്ദി ബി എന്നല്ലേ. ഒരടിമ എന്നെ കുറിച്ച് എന്താ വിചാരിക്കണ? അതന്നെ ഞാനാണ്. ഒരാൾ വിചാരിക്കും ഞാൻ നന്നാവില്ല, നന്നാവില്ല. ഒരാൾ വിചാരിക്കും ഞാൻ നന്നാവും, എൻ്റെ റബ്ബ് എന്നെ നന്നാക്കി തരും, നന്നാവും. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. മദീനത്തെത്താൻ വേണ്ടി നമ്മളിങ്ങനെ ബുർദ ചൊല്ലിയിട്ട് ദ്വാരുന്നാൽ മതി. ബുർദക്കൊരു ഷറഹ് ഉണ്ട്. അൽ ഫർദ, ഫർദലട, അൽ ഫർദ ഫീ ഷറഹിൽ ബുർദ. ബുർദന്റെ ഷറഹ് അതിൽ കാണാം. ബുർദ ചൊല്ലിക്കോട് ദ്വാരുന്നാല് മദീനയിൽ എത്തുമത്രേ. ഖാജ തങ്ങളെ സിയാറത്ത് ചെയ്ത് തവസ്സുലാക്കി ദ്വാരുന്നാലും അതൊരു വഴിയാണ്. അള്ളാഹു ആ 2 ഹറമിൽ ഒരുപാട് തവണ നമ്മൾ എത്തിക്കുമാറാവട്ടെ. ആ കഅബന്റെ അടുത്ത് നിന്നല്ലോ മാഷാ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു കഅബന്റെ അടുത്തുനിന്ന് ഒരു ഖത്തോതി തീർത്തിട്ട് സ്വർഗം ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്ര. എന്താ തങ്ങളെ ചിരിക്കുന്നത്? സ്വർഗത്തിന്റെ ഉള്ളിലിരുന്നിട്ട് സ്വർഗം വേണമെന്ന് ചോദിക്കുമ്പോൾ ആർക്കും ചിരി വരാതിരിക്കല്? അല്ല, പിന്നെ സ്വർഗത്തിൽ എന്നല്ല ഉസ്മാൻ നീ ഉള്ളത്. എന്തൊരു ഇബാദത്ത്! അവിടുന്ന് ചെയ്യുന്ന ഓരോ നന്മയും ലക്ഷക്കണക്കിന് പ്രതിഫലം. കഅബന്റെ അടുത്തുനിന്നല്ല, ഹറമിന്റെ ആ ടെറിറ്ററി, ജിയോഗ്രഫിക്കൽ ടെറിറ്ററിന്റെ ഉള്ളിൽ നമുക്ക് റൂം കിട്ടിയെന്ന് വിചാരിച്ചോ. ആ റൂമിൽ നിന്ന് തസ്ബീഹിൽ 1,00,000 തസ്ബീഹിന്റെ കൂലിയ. ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത് കേട്ടാ. മക്കത്തും മദീനത്തും പോയിട്ട് സ്ത്രീകൾ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തിനൊന്നും പോകരുത്. ഈ ഗ്രൂപ്പിൽ മാത്രം പോയി, ICFന്റെ SYSന്റെ ഗ്രൂപ്പിൽ പോയാൽ മാത്രം ജമാഅത്തിന് കൊണ്ടുപോകില്ല എന്ന് ചില സ്ത്രീകൾ പറയുന്നേക്കാം. അതന്നല്ലേ ദീന്. അങ്ങനെ ജമാഅത്തിനും ജുമാക്കും പങ്കെടുക്കൽ സ്ത്രീകൾക്ക് പുണ്യം. ഈ 10 ലക്ഷം അല്ലെങ്കിൽ ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രതിഫലം മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഉണ്ട്, സ്ത്രീകൾക്കുണ്ട് എങ്കിൽ ആദ്യം പോകേണ്ടത് ആയിഷ ബീവിയല്ലേ, ഫാത്തിമ ബീവിയല്ലേ. ഒരാളും പോയിട്ടില്ല എന്നല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയോ ഒരു പെൺകുട്ടിയോ പോയിട്ടില്ല എന്നല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ അഹാദീസിൽ രേഖപ്പെടുത്തിയത്. അപ്പൊ ഈ പറഞ്ഞ പ്രതിഫലം ആയിരിക്കാം ലിർരിജാലി, ആർക്ക്? സ്ത്രീകൾക്കല്ല, പുരുഷന്മാർക്കാണ്. ദൂനൻ നിസാ, ഇത് സ്ത്രീകൾക്കല്ല. എല്ലാ ഇപ്പൊ പ്രസംഗിച്ചിട്ടുള്ള കൂലി ആയിരിക്കാം വേണ്ടത്, അത് ആണുങ്ങൾക്ക്. പ്രസവിച്ചിട്ടുള്ളതോ അത് പെണ്ണുങ്ങൾക്ക്. എല്ലാവരും സമത്വം വേണമെന്ന് അറിയത് നടക്കോ? എന്ത്
മുലയൂട്ടിയ പ്രതിഫലമായിരിക്കാം, പ്രസവിച്ച കൂലിയായിരിക്കാം. അതൊക്കെ സ്ത്രീകൾക്ക് ഓരോന്നിനോരോ പ്രതിഫലം. അപ്പൊ അതിനേക്കാൾ പ്രതിഫലം അവർ ഖൈറു മസാജിദിൻ നിസായി ഖൈറു ബുയൂത്തിഹിന്ന, വീടിന്റെ അകത്തളത്തിലാണ്. ആ പ്രതിഫലം നമുക്ക് ലഭിക്കണം. ലക്ഷക്കണക്കിന്, ശരിക്കും ഈ ജമാഅത്ത് നിസ്കാരമൊക്കെ അവിടുന്ന് നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിനൊന്നല്ല, കോടിക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ളയുടെ തുഹ്ഫത്തുൽ മുഹ്താജ് ഹജ്ജിന്റെ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ ഈ ഹദീസ് പറയുന്നിടത്ത് മസ്ജിദുൽ ഹറാമിന്റെ വിഷയം പറയുന്നിടത്ത് അതാ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഒരുപാട് തവണ ആ നാട്ടിൽ നമ്മളെ എത്തിക്കുമാറാവട്ടെ. 5, മുഅ്മിനീങ്ങൾ സ്നേഹത്തോടെ മുസാഫഹത്ത് ചെയ്യുന്നത് ദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് കാണാം. അതുകൊണ്ട് തന്നെ മഹാന്മാര് വേഗം മുസാഫഹത്ത് ചെയ്യാൻ നോക്കൂ. അത്ര ഈ ഹദീസിന്റെ ഷറയിൽ കാണാം. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, മുസാഫഹത്ത് ചെയ്താൽ സ്നേഹം വർദ്ധിക്കും. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സ്നേഹം വർദ്ധിക്കണം, മുസാഫഹത്ത് ചെയ്താൽ മതി. അല്ലാണ്ട് വൊലു മുറിക്കണ്ട എന്നല്ല. ഇടയ്ക്കൊരു വൊലു മുറിഞ്ഞാലൊന്നും എന്താവില്ല. ഉക്രൈന് റഷ്യനെ വീണ്ടും ആക്രമിക്കുകയൊന്നും ചെയ്യില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കൂല, ഒന്നും സംഭവിക്കൂല. നിങ്ങൾ ഇന്ന് വയല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സ്ത്രീകൾ ആദ്യം വീട്ടിലെത്തും, പുരുഷന്മാർ കസേരയെല്ലാം എടുത്ത് വെച്ച് പോകുമ്പോൾ ഒന്ന് പോയി പറഞ്ഞോക്കെ ഭാര്യനോട്, വിളിക്കലെന്തോ ഒരുമാതിരിയെ വിളിക്കൽ, ഒരു പേരും വിളിക്കൂല, സ്നേഹത്തോടെയും വിളിക്കൂല, അങ്ങനെ വിളിക്കരുത്. അസ്സലാമു അലൈക്കും എന്നിട്ട് മുസാഫത്ത് ചെയ്തൊക്കെ. ചിലപ്പോൾ ഭാര്യ ബോധം കെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതെൻ്റെ ഭർത്താവ് എന്നെയാ റബ്ബേ, ഇതെന്താ സംഭവിച്ചത്, ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ ഇന്ന് വയല് കേട്ടിട്ടില്ലേ, വെറുതെ വയല് കേട്ടാൽ മതിയാ. അപ്പോൾ ഭാര്യ ചിലപ്പോൾ പറയും, എന്ത് എപ്പം വേണേ, ഓ എൻ്റെ ഷൈച്ചാണ് ഒരിക്കലും. അങ്ങനെ നമ്മൾ ഇന്നെ മതിയാക്കരുത്. എപ്പം മുസാഫത്ത് ചെയ്യണം, നല്ല സ്നേഹം വർദ്ധിക്കും. മുസാഫത്ത് ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഇസ്ലാമിൽ, അവരോട് ചെയ്യാനും പാടില്ല. 6-മത്തത് അസ്സഅയു ഫീ ഖളാഇ ഹാജത്തിൽ മുസ്ലിം, സാന്ത്വന പ്രവർത്തനം നടത്തുന്നത് ദോഷങ്ങൾ പൊറുക്കാനുള്ള വഴിയാണെന്ന് ഹദീസിൽ കാണാം. എങ്ങനെ? മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ നടക്കുക, അതിനുവേണ്ടി മീറ്റിംഗ് കൂടുക, ആലോചിക്കുക, അതന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു നന്മയാണത്. നമ്മെ കൊണ്ട് പലർക്കും ഉപകാരം ഉണ്ടാകും, എന്നാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരാളെ ടെൻഷനായിട്ട് കണ്ടു. അപ്പം അയാളോട് ചോദിച്ചു, എന്താ മോനെ ടെൻഷൻ എന്ന്. എൻ്റെ മറുപടി, ഞാൻ ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട്, അവധി കുറച്ച് നീട്ടിക്കിട്ടിയാൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേനു, പക്ഷെ എന്താ ചെയ്യാ, ഞാൻ അവരോട് സംസാരിച്ചാൽ മൂപ്പര് അവധി നീട്ടിത്തരും. ഉസ്താദ് സംസാരിച്ച അവധി നീട്ടിത്തരൊക്കെ ചെയ്യും, പക്ഷെ ഉസ്താദ് മസ്ജിദുൻ നബവിയിൽ ഇത്തിക്കാഫ് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, മുത്തനബി തങ്ങൾ ഇപ്പം അടുത്ത് വഫാത്തായിട്ടുള്ള, അത് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ കരയുണ്ട്. ഇപ്പം അടുത്ത് വഫാത്തായിട്ടുള്ളൂ. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മോനെ ഒരാളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നടക്കുക എന്ന് പറയണത് ഈ പള്ളിയിൽ 2 മാസക്കാലം എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ വലുതാണ്. അതന്നെയല്ലേ നമ്മൾ ഉസ്താദ്മാരെല്ലാം റമളാൻ്റെ മഹത്ത് അറിഞ്ഞിട്ടും ഏത്തിക്കാഫിൻ്റെ കൂലി അറിഞ്ഞിട്ട് പോലും മുത്തഅല്ലിമീങ്ങൾക്ക് ഫുഡ് കൊടുക്കാനും ഫ്ലൈറ്റ് കയറുന്നത്. സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ദീനീ പ്രവർത്തനത്തിൻ്റെ കൂലിങ്ങൾ കേട്ട ഒരു മുഅ്മിൻ്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത് 2 മാസക്കാലം മദീനത്തെ പള്ളിയിൽ ഏത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ മഹത്താണ്. പ്രിയപ്പെട്ട സംഘടനാ കൂട്ടുകാരെ,
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. വീൽ ചെയർ, വാട്ടർ ബെഡ്, മെഡിക്കൽ കാർഡ്, ഇതൊക്കെ ഒരുപാട് മോമിനിയങ്ങൾക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിലേറ്റവും വലിയ ആവശ്യമാണ് കുട്ടികൾക്ക് ഉള്ള വിജ്ഞാനം നൽകുക എന്ന് പറയുന്നത്, അക്ഷരാഭ്യാസം നൽകുക എന്ന് പറയുന്നത്. ഫതഹെ മുബാറക്കിൻ്റെ അന്ന് 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ മദ്രസയിലെ കുട്ടികളുടെ ഒക്കെ കിതാബ് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്ന എത്ര അജിയന്മാരുണ്ട്, മഹാഭാഗ്യവാന്മാരല്ലേ അവർ. എന്താ ഓരോ ജീവിതത്തിൽ ഒരു ഉണ്ടാക്കി വെച്ച കൂലി, ചില്ലറ കാര്യം അത്. മുത്തഅല്ലിമീങ്ങളുടെ ലൈബ്രറിയിലേക്ക് തുഹഫ എൻ്റെ ഭാഗമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയല്ലേ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ നിറയെ കുത്തുബഖാനകളിൽ കിതാബ് നിറഞ്ഞത് അല്ലേ. ഇൽമു നൽകലാണ് ഏറ്റവും വലിയ സദഖ. നമ്മൾ മുഖേന പലരുടെയും ആവശ്യം നിർവഹിക്കപ്പെടണം. നമ്മളിങ്ങനെ ഒറ്റയാനായി ജീവിക്കുന്നവരാവാൻ പാടില്ല. ദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള 7ാമത്തെ വഴി ഇമാതത്തു ശൗഖി അനിത്തൊരീക്ക്, വഴിയിലുള്ള തടസ്സം നീക്കണം. വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നവരാവര് നമ്മൾ. അത് നമ്മൾ ഈമാനെ പരീക്ഷിക്കാനും കൂടിയാണ്. നമ്മളിങ്ങനെ ആക്റ്റീവ് ആക്സസ് എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിൽ ഒരു ഓല വീണിട്ടുണ്ട്. 2 വിധത്തിൽ നമുക്കതിനെ സമീപിക്കാവുന്നതാണ്. ഒന്ന്, ഉദാഹരണത്തിന് നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഒരു ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. 2 രീതിയിൽ അതിനെ സമീപിക്കാം. വലിയ സദക്കയും കൊടുക്കുക, ചെറുതും കൊടുക്കുക. എന്നതും വന്നല്ല, കൊടുക്കുക. ഇപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ പോണ സമയത്ത് ഒരു ഓല വീണ് കിടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് നമ്മളത് ക്രമീകരിക്കേണ്ടത്? ഏത് രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്? ചില ആൾക്കാർ ആ ആക്റ്റീവ് എടുത്തിട്ട് ഓല ഏറ്റവും കുറവുള്ള സ്ഥലം ഉണ്ടാവില്ല, സൈഡിലേക്കൂടി ഒരു പോക്കോ. നീ അവിടെ വണ്ടി നിർത്തി സ്റ്റാൻഡിനിട്ട് ആ ഓല സൈഡിലേക്ക് അല്ലെങ്കിൽ ആ വളുപ്പിലേക്ക് എറിഞ്ഞ് മാറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ തന്നെയാണ് ആ ഓല അല്ല അവിടെ ഇട്ടിട്ടുള്ളത്. നിനക്കതിനുള്ള ക്ഷമ വഴിയിലുള്ള തടസ്സം നീക്കുന്നത് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ളൊരു വഴിയാണ്. മുറ്റമൊക്കെ വൃത്തിയാക്കുക. ഈ ഭൂമിയോട് ചെയ്യുന്ന ഇബാദത്തിന് ഖബറിൽ വലിയ ഉപകാരം ഉണ്ടാവും അത്ര. അതുകൊണ്ടാണ് ഈ മരം നടന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്, ചെടി നടന്നത് എന്നൊക്കെ വലിയ പ്രതിഫലമുണ്ട്. പച്ചപ്പ് നിലനിർത്തണം. ഈ മരങ്ങളുടെ ഒരു മരം നമ്മുടെ കൈ കൊണ്ട് നടണം, വലിയ കൂലിയുള്ളതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഒക്കെ കൂലിയുള്ള സംഗതിയാണ്. 7ാമത്തത് മഹാന്മാര് പറയുകയാണ്, ഹദീസ് ഉദ്ധരിച്ചു വിശദീകരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഇത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഈ ഹദീസ് ഒരു തവണ സാധാരണ ചെക്കന്മാർ പങ്കെടുക്കുന്ന SSFന്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു കുട്ടി, ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചാലും കൂലി ഇങ്ങോട്ട് തന്നെയല്ലേ ഉസ്താദേ? എന്തൊരു ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യം! എന്താ കാര്യം? ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ചൊല്ലിയാൽ അയാളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര സിമ്പിളായി ബാത്താണത്, ഇത്ര സിമ്പിളാണ്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2 സൂറത്ത് ഓതൽ സുന്നത്താ. ഒന്ന് ലീലാഫി ഖുറൈശും, മറ്റൊന്ന് സൂറത്തുൽ ഇഖ്ലാസും. അള്ളാഹു നന്മകൾ പതിവാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. 8ാമത്തത്, ഉറങ്ങാൻ നേരത്ത് 3 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലിയാൽ എല്ലാ ദോഷവും പുറക്കും.
നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം വേണ്ടിയും വേണ്ടാത്ത വീഡിയോ ഓഡിയോ എല്ലാം വരും. ലാസ്റ്റ് ലോഡാക്കിയിട്ട് നമ്മൾ എന്താക്കും, സെറ്റിങ്സിൽ പോയിട്ട് ഇതൊക്കെ ക്ലിയർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ അടിക്കൽ, ഒറ്റ പോക്കണം അല്ലേ, എല്ലാം പോയില്ലേ. അതേപോലെ ഉറങ്ങാൻ നേരത്തെ ഈ 3 ഇസ്തിഗ്ഫാർ അല്ലേ എല്ലാം പോയി കിട്ടും. ഇനി ദോഷമില്ലാത്ത ആൾ ചെല്ലണ്ട കേട്ടാ, വെറുതെ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്? ചൊല്ലണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടാവും? ഇല്ല. എന്നിട്ടും ഡെയിലി 100 ഇസ്തിഗ്ഫാർ അല്ലെന്ന നേതാവല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ ഉറങ്ങാൻ നേരത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്ന് 3 തവണ ചൊല്ലും. ഇങ്ങനത്തെ ഒക്കെ നന്മ കേൾക്കുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടതെന്ന് അറിയാം, ഇതെൻ്റെ ജീവിതത്തിൽ പതിവാക്കണം എന്ന്. നാളെ ഞാൻ തന്നെ വയലിന് വന്നു എന്ന് വിചാരിച്ചോ, വരൂല, പേടിക്കൊന്നും വേണ്ട കേട്ടാ, ഞാൻ തന്നെ വന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിച്ച് ആ ഇസ്തിഗ്ഫാർ ചെല്ലീന ഉസ്താ, ആ പറയുന്ന കേട്ടനും ചെല്ലണം എന്നെല്ലാം തോന്നീനെ, പിന്നെയോ ഉറങ്ങിപ്പോയി. ഈ ഉറങ്ങി പോകാൻ പാടില്ല. ഇബ്ലീസ് അങ്ങനെ ഉറക്ക് തരും. ഉറങ്ങാൻ നേരത്ത് ഇബ്ലീസും മലക്കുകളും രണ്ടാളും വരും. ഇബ്ലീസ് വന്നിട്ട് പറയുന്നതും മലക്ക് വന്നിട്ട് പറയുന്നതും നേരെ വൈരുദ്ധ്യങ്ങളാണ്. മലക്ക് വന്നിട്ട് പറയും ഇഖ്തിം ബി ഖൈരിൻ, എന്തൊക്കെ നല്ല ചെയ്തിട്ട് ഉറങ്ങിക്കോടാ, ഇന്നല്ലേ ഉസ്താദ് അലിൽ ഇസ്തിഗ്ഫാറിൽ പറയും, എന്ത് കൂലിയാ മോനെ. അതേ സമയത്ത് ഇബ്ലീസ് എന്താ പറയുന്നറിയാം, ഇഖ്തിം ബി ശർരിൻ, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഉറങ്ങുക. 2 GB ബാക്കിയില്ല, ഇന്ന് 12 മണിക്ക് തീരൂലേ, നീ ഇങ്ങനെ ഉറങ്ങിയ വെറുതെ നെറ്റ് കളയും. കണ്ടാ, ഇബ്ലീസിന്റെ കെണിവലയിൽ നമ്മൾ വീഴരുത്. അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിന്റെ സഹോദരനാണ് ഉറക്കം. ലോകത്ത് എത്ര പേർ ഉറക്കത്തിൽ നിന്ന് മരണപ്പെട്ടവർ ഉണ്ട്. ഉറങ്ങുന്ന സമയത്ത് റൂഹ് പോകും, ആ റൂഹ് തിരിച്ചു തരാതെ പലരും മരണപ്പെട്ടവരില്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉറങ്ങാൻ നേരത്ത് വുളു എടുത്ത് ഉറങ്ങണം, മുഅ്മിനായിട്ട് ഉറങ്ങണം, എല്ലാ തെറ്റുകുറ്റങ്ങളും മായ്ച്ചു കളയണം. വസ്നാൻ എന്ന് പേരുള്ള ഇബ്ലീസ് ഉറങ്ങാൻ നേരത്ത് വന്നുകൊണ്ട് 3 കാര്യങ്ങൾ അയാൾ ചെയ്യുമെന്ന് ഇബ്നുൽ ഇമാദ് തങ്ങൾ പറയുകയാണ്. ഒന്നാമത് ചെയ്യുന്നത് എന്താണ്? വല്ല ഇബാദത്തും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ വേഗം ഉറക്കം തരും. ഈ പ്രഭാഷണം കേട്ട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഉറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ഹദ്ദാദ് ചൊല്ലിയില്ലല്ലോ, ഹദ്ദാദ് തുടങ്ങിയതേ ഓർമ്മയുണ്ടാവൂ, പിന്നെ ഉറങ്ങിപ്പോയി. വസ്നാൻ എന്ന പിശാചിന്റെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന് ഉറപ്പിച്ചോളണം. രണ്ടാമത്തത് എന്താണ് ഈ വസ്നാൻ ചെയ്യുന്നത്? ഈ ഇബ്ലീസ് ചെയ്യുന്ന പരിപാടി എന്താണ്? വല്ല തെറ്റും ചെയ്യുകയാണെങ്കിൽ ഒരുറക്കവും ഉണ്ടാവില്ല. വാളിന്റെ മജ്ലിസിൽ തൂങ്ങി ഉറങ്ങിയവർ, ഭയങ്കര ക്ഷീണമുള്ളവർ, ഉസ്താദേ പകല് മൊത്തം അധ്വാനിച്ച് പണിയെടുത്തതുകൊണ്ട് നല്ല ടയേർഡാണ്, വീട്ടിൽ പോയ ഉടനെ ഉറങ്ങണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയവന്റെ വാട്സപ്പ് ലാസ്റ്റ് സീൻ ടുഡേ നോക്കൂ, 1:38, 12:46. എന്തേ? അനാവശ്യം ചെയ്യുമ്പോ ഇബ്ലീസ് അങ്ങ് പെട്രോൾ അടിച്ചു തരും, പോസിറ്റീവ് സ്ട്രോക്ക് അങ്ങ് തരും, റീചാർജ് ചെയ്ത് തരും. അതേ സമയത്ത് ഖുർആൻ എടുത്താലോ ഉറക്കം തരും, യൂട്യൂബ് എടുത്താൽ ഉറക്കമില്ല, വാട്സപ്പ് എടുത്താൽ ഉറക്കമില്ല. ഇത് പിശാചാകുന്ന വസ്നാന്റെ ചതിവഴിയാണെന്ന്, ചതിക്കുഴിയാണെന്ന് ഇബ്നുൽ ഇമാദ് തങ്ങൾ പറയുകയാണ്. ശംസുദ്ദീൻ സഫീരി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. മൂന്നാമത്തത് എന്തേ ഈ ഇബ്ലീസ് ചെയ്യിപ്പിക്കണത്? നേരത്തെ ഉണരണം എന്നൊരാള് കരുതിയാൽ നല്ല ഉറക്കം തരും, നല്ല ഉറക്കം തരും, 1-ാം തരം ഉറക്കം. എത്ര അലാറം വെച്ചിട്ടും കാര്യമില്ല, ഉറക്കം തരും.
നമ്മൾ വിചാരിക്കും പാവാന്ന് ഉറങ്ങിപ്പോയതാണ്. അതേസമയത്ത് മൂപ്പരെ ചെങ്ക് ഒരു തവണ പറഞ്ഞ് നമുക്കൊന്ന് നാളെ ട്രിപ്പ് ഊട്ടിയിലേക്ക് മറ്റേ ബൈക്ക് എടുത്തിട്ട് തന്നെ പോയേക്കണം, ഒരു 2 ഇറക്കന്നെ വിട്ടേക്കാവുന്നു. എന്നോ ഇവൻ എന്താ പറയുന്നറിയാം, ഒരു മിസ് കോൾ അടിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അവൻ ആഗ്രഹിക്കുന്നത് പലതും ചെയ്യുന്നുണ്ട്, നേരത്തെ ഉണരാൻ പറ്റുന്നില്ല. ഇത് തമാശയിലൂടെ ചിരിച്ചു തള്ളേണ്ടതല്ല. വസ്നാനെന്ന അതിക്രൂരനായ ഇബ്ലീസ് നമ്മളിൽ സ്വാധീനം ചെലുത്തിയാൽ അപകടമാണ്, വലിയ അപകടമാണ്. ഉറങ്ങാൻ നേരത്ത് മുഅ്മിനായിട്ട് നമ്മൾ ഉറങ്ങണം. ഒരു മഹാൻ ഒളവെടുത്തിട്ട് ഉറങ്ങി. പാതിരാത്രി ഞെട്ടിയ സമയത്ത് ഹില്യത്തുൽ ഔലിയയിൽ കാണാം, ഉറങ്ങിയ ഒളുമറിയല്ലോ, ഒളവെടുക്കാൻ പാതിരാത്രി വെള്ളമില്ല, വീട്ടിന്റെ മുറ്റത്തിറങ്ങിയിട്ട് മൺവെട്ടി കൊണ്ട് മണ്ണെടുത്തിട്ട് താഴ്മും ചെയ്തിട്ട് ഉറങ്ങിയത്രേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വയറ്റിന് അസുഖം ബാധിച്ച്, അതിസാരം ബാധിച്ച് തുരുതുരാ വയറ്റിൽ നിന്ന് പോകുകയാണ്, നിൽക്കുന്നില്ല. അവസാനം വുളു എടുത്ത് 2 റക്അത്ത് വുളുവിന്റെ സുന്നത്ത് നിസ്കരിച്ച് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കത്ത് നിന്ന് നെട്ടി വയറുവേദന ഉണ്ട്, വുളുറിനല്ലോ. വീണ്ടും വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഉറങ്ങി. വീണ്ടും ഞെട്ടി, 70 തവണ ഞെട്ടി, 70 തവണ വുളു എടുത്തു, 70 തവണ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ചരിത്രം കേട്ടിട്ട് നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് വുളു എടുക്കാതെ ഉണ്ടല്ല ഇഷാ, ചില ആൾ ഇഷാന്റെ വുളു ഖിയാമത്ത് നാൾ വരെ മുറിയൂല, ഒരിക്കലും മുറിയൂല. ഒന്ന് വുളു എടുത്തൂടെ നമുക്ക്? സുഫിയാനു സൗരി തങ്ങൾ വഫാത്താവുന്ന അന്നല്ലേ വയറ്റിന് ഇബ്ലീസ് കുത്തിയിട്ട് വുളു മുറിപ്പിക്കുന്നു, മഹാൻ പോയിട്ട് വുളു എടുക്കുന്നു. 70 തവണയല്ലേ വുളു എടുത്തത്? സുഫിയാനു സൗരി തങ്ങൾ പറഞ്ഞില്ലേ, ഈ സുഫിയാനെ പറ്റിക്കാൻ നീ ഒരു വട്ടം കൂടി ജനിക്കണടാ. വെല്ലുവിളി, വെല്ലുവിളി, ഈമാന്റെ വെല്ലുവിളി. കയ്യോ നമുക്ക്? ഉറങ്ങാൻ നേരത്ത് ഒതുകൊടുക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല, അത് വലിയ ഇബാദത്താണ്. ഉറങ്ങാൻ നേരത്ത് ഒതുകൊടുത്താൽ അയാളുടെ റൂഹിനെ അർശിന്റെ അടുത്ത് പോയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയുന്ന. അല്ലാത്തവരൊക്കെ റൂഹ് പോകും മേലേക്ക്, അർശിന്റെ അവിടെ എത്തിയിട്ട ഔലിയാക്കളും മഹാന്മാരും അമ്പിയാക്കളും മലായിക്കത്തൊക്കെ സുജൂദ് ചെയ്ത് നോക്കാനല്ലാണ്ട് അവിടെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഈ വിദാഇന്റെ തവാഫിന്റെ സമയത്ത് അശുദ്ധിയായ സ്ത്രീകൾക്കറിയാം അതിന്റെ ടെൻഷൻ, വിഷമം. ലാസ്റ്റ് തവാഫ് ചെയ്യാൻ കഴിയാണ്ട് വന്ന ഒരു വിഷമം, പനി ബാധിച്ചിട്ട് വിറങ്ങലിച്ച ഉപ്പാപ്പമാർക്കറിയാം അതിന്റെ പ്രയാസം. ഇത് അർശിന്റെ അടുത്താണ്, കഅബല്ല, അർശിന്റെ അടുത്ത്. അവിടെ സുജൂദ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും ആർക്ക്? വുളുവോടെ ഉറങ്ങിയാൽ. വുളുവോടെ ഉറങ്ങുന്നവന് ആ മരണം ആ ഉറക്കിലൂടെ ഉണ്ടായാൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടാണ് അയാളെ സ്വീകരിക്കുന്നത്. വുളു എന്ന് പറഞ്ഞാൽ ചില്ലറ ഇബാദത്തൊന്നുമല്ല. വുളുഇനെ നന്നാക്കൽ ഈമാനിന്റെ അടയാളമാണ്. ഒരാൾ വുളുവിനെ നന്നാക്കിയാൽ നിസ്കാരത്തിൽ അയാൾക്ക് ഖുശൂ കിട്ടും എന്നാണ് കിതാബിലുള്ളത്. എപ്പോഴും വുളു ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ബർക്കത്ത് ഉണ്ടാവുന്ന അതിന്റെ അർത്ഥം. ശത്രുക്കൾക്ക് വരെ അയാളോട് ഒരു തരം പേടിയായിരിക്കും. അതുകൊണ്ടാണ് മഹത്തുക്കളുടെ ചരിത്രത്തിൽ കാണാം, ധിക്കാരികളായ അക്രമകാരികളായ ഭരണാധികാരികളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു വുളു എടുത്തിട്ടാ പോക്ക്. വുളു ഒരു കവചമാണ്. സിലാഹുൽ മുഅ്മിൻ എന്ന് സൂഫിയാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസിയുടെ ഒരു ആയുധമാണ് വുളു. നമുക്ക് എപ്പോഴും വുളു ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ മുഅ്മിനിന്റെ ഉറക്കമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്ന് അർത്ഥം. നാം തുടങ്ങി വെച്ച ഹദീസിന്റെ ലാസ്റ്റ് ഭാഗത്ത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖുൽതു, ഞാൻ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സിദ്നി, എന്നെ ഇനിയും ഉപദേശിക്കാമോ നബിയെ? ഖാൽ, അവിടുന്ന് പറഞ്ഞു, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറണം.
ഒറ്റൊരു വാക്ക് അതിന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഈ നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഒന്ന്, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർക്ക് നമ്മൾ മാപ്പ് നൽകുക എന്നാണ് അതിൻ്റെ ഒരർത്ഥം. മൂപ്പര് കാണിച്ചു കൊടുക്കാം എന്ന നിലപാട് നമുക്കുണ്ടാവരുത്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ ആഖിറത്തിൽ അവർക്ക് ചെറിയ ഹിസാബ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എന്ന് ഹദീസിൽ കാണാം. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തെരുമാറാവട്ടെ. നല്ല സ്വഭാവം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നായിരിക്കണം. നാട്ടിൽ ഹീറോ ആയിട്ട് ഭാര്യൻ്റെ അടുത്ത് സീറോ ആവരുത് എന്നർത്ഥം. ഇപ്പം ചില ആൾക്കാർ പള്ളിക്കും സംഘടനക്കൊക്കെ നല്ല സംഭാവന കൊടുക്കും. ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ ഓരോ പ്രഷർ ഇളകാൻ തുടങ്ങും. ഇപ്പം ഇവിടെ നിന്ന് തന്നെ ചില ആളോട് നമുക്ക് പള്ളി നിർമ്മാണത്തിന് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 രൂപ തരാൻ പറ്റുന്നവർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൈപൊക്കി. എന്താ പേര്? ഇദ്രീസ് ഹാജി. ഇദ്രീസ് ഹാജി എന്തായാലും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പേരെന്നെ പറഞ്ഞത്.